ഇവർ അപ്പാർട്ട്മെന്റിന് കാവൽ നിൽക്കുന്ന 2 പേര് ഒരു സ്ത്രീ രൂപത്തെ കണ്ട് പേടിക്കും. എവിടെ നിന്നാണാവോ ആ പെണ്ണ് വന്നത്? അവരാ പെണ്ണിന് ഒരു പുതപ്പൊക്കെ പുതച്ചിട്ട് ഇവരെ ഇടയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഔട്ട്സൈഡേഴ്സിന് ഇവർ അകത്ത് കയറ്റില്ല. നോക്കുമ്പോണ്ട് ആ പെണ്ണിന്റെ കയ്യിൽ പേപ്പറും പേനയൊക്കെ ഉണ്ടാവും. സംഭവം ഇവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റ് ആ പെണ്ണിന്റെ അമ്മയുടേതായിരുന്നു. കുറച്ചു കാലം ആ കുട്ടി ഇവിടെ താമസിച്ചിരുന്നതാണ്. പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി. എന്നാലും അപ്പാർട്ട്മെന്റ് അവളുടെ സ്വന്തമല്ലേ, അതുകൊണ്ട് അവൾ തിരിച്ചു വന്നതാ. സ്വന്തക്കാരെ ഇവർ കയറ്റും. അങ്ങനെ അവളുടെ ഫ്ലാറ്റിലേക്ക് ഇവർ ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇടിവെട്ടിയ അവസ്ഥയാണ് ആ പെണ്ണിന്. പ്രസിഡന്റ് ലീഡറെ കാണിച്ചിട്ട് പറയും, മോളെ, ഇങ്ങേരെ നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ അയൽവാസിയായിരുന്നല്ലോ, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയും, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്ന്. ആരും സംശയിക്കൊന്നുമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഫെസ്റ്റിവല്. ലീഡർ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തിൽ ഇതാ പുതിയൊരു പങ്കാളി എന്നും പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തും. നമ്മുടെ അപ്പാർട്ട്മെന്റ് അതെന്റെ സ്വന്തക്കാർക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഈ താമസവാസികൾ ലീഡറെ നിങ്ങളൊരു പാട്ട് പാടും, ഞങ്ങളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കാന്ന് പറയും. ശരിയെന്നും പറഞ്ഞ് ലീഡർ ആടിപ്പാടി ഒരു പാട്ട് പാടുന്നു. ഇങ്ങനെ കഠിനമായ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ സ്വന്തം ഫ്ലാഷ് ബാക്കിലേക്ക് തിരിഞ്ഞു പോകുന്നു. സംഭവം പുള്ളിക്കാരൻ ഈ ഫ്ലാറ്റിലേക്ക് വരുന്നത് താൻ കൊടുത്ത പണം തിരിച്ചു വാങ്ങിക്കാനാണ്. ഒരു വീടിന് വേണ്ടി ഇങ്ങേരേതോ ഒരു ഏജൻസിക്ക് പണം കൊടുത്തിരുന്നു. അതിലെ കോൺട്രാക്ടറെ കാണാനാണ് ലീഡർ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. വീടിനകത്ത് കയറിയിരിക്കുമ്പോൾ കോൺട്രാക്ടർ വരും. പുള്ളിക്കാരന്റെ അമ്മയാണ് അവിടെ കിടക്കുന്നത്. താൻ ആരാടോ, എന്റെ വീട്ടിൽ എന്താ ചെയ്യണമെന്ന് പുള്ളി ചോദിക്കുമ്പോഴാണ് ലീഡർ പറയുക, നിന്റെയൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വീട് കെട്ടാൻ പണം തന്നവരിൽ ഒരാളാടാ ഞാൻ. എനിക്ക് വീടോ കിട്ടിയില്ല, പണമോ തിരിച്ചു കിട്ടിയില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒന്നുകിൽ എന്റെ വീട് അല്ലെങ്കിൽ പണം. ഇത് കേട്ട കോൺട്രാക്ടർ പറയും, എനിക്ക് തന്നെ എന്റെ പണം നേരെ കിട്ടിയിട്ടില്ല, ശമ്പളം കിട്ടിയിട്ടില്ല. ഞാനൊരു വിക്ടിമാ. നിന്നെ അവർ പറ്റിച്ചതുപോലെ എന്നെ അവർ പറ്റിച്ചിരിക്കുക. കുറെ മണ്ടന്മാര് ചേർന്ന് ഒരു കമ്പനിക്ക് പണം കൊടുത്തിട്ട് ഇപ്പം അതിൽ കോൺട്രാക്ടറെ വന്നിട്ടാണ് പിടിക്കുന്നത്. ഇറങ്ങിപ്പോടോ, എനിക്കും തന്റെ നഷ്ടപ്പെട്ട പണവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് കേട്ട ലീഡർ ദേഷ്യപ്പെട്ട് എന്റെ പണം താടാ, എന്നെ പറ്റിക്കാതെ എന്ന് പറഞ്ഞ് അവനെ തല്ലാൻ തുടങ്ങും. 2 പേരും തമ്മിൽ പൊരിഞ്ഞാട്ടി. ഇറങ്ങിപ്പോടാ മണ്ട, എവിടെയും പണം കളഞ്ഞിട്ട് എന്നെ പിടിക്കണ്ടെന്നും പറഞ്ഞ് അവനും ആട്ടി. ഇതിൽ ആ കോൺട്രാക്ടർ ലീഡറെ പള്ളയ്ക്ക് കത്തിക്കൊണ്ട് കുത്തുന്നുമുണ്ട്. ദേഷ്യം വന്ന ലീഡറ, എന്റെ പണം താടാ, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സമ്പാദിച്ച പണമാണത്. ഒന്നുകിൽ എനിക്ക് പുതിയ വീട് താ, അല്ലെങ്കിൽ നിന്റെ ഈ വീട് എനിക്കാണ് സ്വന്തം എന്നും പറഞ്ഞ് ലീഡർ അവന്റെ പുറത്ത് കയറിയിരുന്ന് അവനെ ഇടിച്ച് കുറെ പെബിൾസ് അവനെ കൊണ്ട് തീറ്റിക്കും. അയാളുടെ തലയ്ക്കും വീഴ്ചയിൽ ഒരു അടി കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയോ ചെയ്തു. അവസാനം പുള്ളി മരണപ്പെട്ടു. നോക്കുമ്പണ്ട് പുള്ളിക്കാരന്റെ ഫോണിൽ മോള് വിളിക്കുന്നു. ആ കോൺട്രാക്ടറെ മോള് വിളിക്കുന്നു. ലീഡർ കോൾ എടുക്കും. മോൾ അച്ഛനോട് കരഞ്ഞു പറയുക, അച്ഛാ, ഇവിടെ കടങ്കാര് വന്നിട്ടുണ്ട്. അച്ഛൻ വർക്ക് ചെയ്ത കമ്പനിയിലെ കടങ്കാരെല്ലാം ഇപ്പൊ വീട് നിറച്ചുമായി. ഞങ്ങൾ എന്താ അവരോട് പറയേണ്ടത്? ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയില്ല അച്ഛൻ. കൂടെ തന്നെ ഭാര്യയും പറയുന്നുണ്ട്, തന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലല്ലോ, ഞങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ താൻ വേദനിപ്പിക്കുകയാണോ, താൻ എവിടെ പോയി കിടക്കാടോ? ഇപ്പോഴാണ് ലീഡർക്ക് മനസ്സിലായത് താൻ കൊന്നിട്ടിരിക്കുന്ന ആളും ഒരു വിക്ടിമാണ്. അയാളും പറ്റിക്കപ്പെട്ടതാണ്. വെറുതെ അയാളുടെ കൂടെ വഴക്കുണ്ടാക്കി ആളെ കൊല്ലുകയും ചെയ്തു. ആ സമയത്താണ് ഈ വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാവുന്നത്, ഭൂകമ്പം. ഈ ഫ്ലാഷ് ബാക്കും ആലോചിച്ച് വിഷമിച്ച് നമ്മുടെ ആൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണതെന്ന് അവന് തന്നെ മനസ്സിലായിട്ടില്ല. അതാണ് അവന്റെ അവസ്ഥ. പിറ്റേന്ന് ഭക്ഷണം കൊടുക്കുമ്പം ഒരു ഗുണ്ടു അങ്കിൾ ഈ കുറച്ച് വെള്ളവും മിച്ചറും വെച്ചിട്ട് ഒരാഴ്ച ഞാൻ കഴിയണം. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ആ സ്ക്വാഡുകാർക്കെല്ലാം ഒരുപാട് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങളെന്താ ഞങ്ങളെ പറ്റിക്കുകയാണെന്ന് ചോദിക്കും. ഇവര് പറയും, നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ലേ. സ്ക്വാഡുകാർ ജീവൻ പണയം വെച്ച് അധ്വാനിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി. കിട്ടുന്നതും മേടിച്ചിട്ട് പോയാൽ പോരെ. ഇത് കേട്ടുടനെ പുള്ളിക്കാരന് ദേഷ്യം വരും. കിട്ടുന്നതും മേടിച്ചിട്ട് പോവേ, കാണണോ നിനക്കൊക്കെ? പുള്ളി പാൻറ് ഊരി തന്റെ മുറിവ് കാണിച്ചു കൊടുക്കും. ഈ അപ്പാർട്ട്മെന്റ് രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് കിട്ടിയ അടിയാണത്. ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ പാവങ്ങളെ നിങ്ങളെല്ലാം പിടിച്ച് പുറത്താക്കി. എന്നിട്ട് ഒരു തുണ്ട് ബ്രെഡിന് വേണ്ടി ആൾക്കാരെ കൊന്നിട്ടാണ് നിങ്ങൾ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതെല്ലാം എനിക്ക് അറിയാഞ്ഞിട്ടാണോ? കൊലയാളികൾ. ഇയാളിങ്ങനെ എല്ലാവരെയും ചീത്ത പറയുമ്പോൾ പ്രസിഡന്റ് തന്റെ മോനെ ചൂണ്ടിക്കാണിച്ചിട്ട്, എന്റെ മോൻ ഓൾമോസ്റ്റ് മരണപ്പെടേണ്ടായിരുന്നു. നിനക്കൊക്കെ തീറ്റയ്ക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി അവരെത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് അവരെ നീ കൊലയാളി എന്നാണോ വിളിക്കുന്നത്? തനിക്കിഷ്ടമുണ്ടെങ്കിൽ താൻ ഇവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പൊക്കോ എന്ന് പറഞ്ഞ് അവരെല്ലാം പുള്ളിക്കാരന് ചീത്ത പറയാണ്. ഈ സംഭാഷണം കേട്ട നമ്മുടെ ഹീറോയോട് ചോദിക്കും, ബുജ്ജി, അവര് പറയുന്നത് സത്യമാണോ? നിങ്ങൾ പുറത്തുപോയി ആൾക്കാരെ കൊന്നിട്ടാണോ ഭക്ഷണം കൊണ്ടുവരുന്നത്? അത് കേട്ട ഹീറോ പറയും, നീ അങ്ങനെ വിചാരിക്കല്ലേ, ചെറിയൊരു അപകടം ഉണ്ടായി. അതില് പ്രസിഡന്റിന്റെ മകനും അപകടം പറ്റിയിരുന്നു. മറ്റേ പുള്ളിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല, പുള്ളി ജീവിക്കുമായിരിക്കാം. ഞാൻ പറയുന്നത് വിശ്വസിക്കുക, ഞങ്ങൾ അത്രക്കാരല്ല. ഭാര്യയ്ക്ക് മനസ്സിലായി പുറത്തുപോയി ആൾക്കാരെ കൊന്നിട്ടാണ് ഇവര് ഭക്ഷണം കൊണ്ടുവരുന്നതെന്ന്. താനിനി ആ പരിപാടിക്ക് പോവല്ലേ. അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ദയവേത് ഞാൻ പറയുന്ന കേൾക്ക്. എന്നാൽ ഹീറോ, നീ എന്താ ഈ പറയുന്ന? അവരെ കൂടെ പോകാതെ നമുക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാനാണ്? അവന് നിസ്സഹായാവസ്ഥ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പെണ്ണ് കുറച്ച് ഭക്ഷണം കൊണ്ടുപോയി കന്നഡ ടീച്ചർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആരും അറിയാതെ തലയും കുനിച്ച് തിരിച്ചു വരുമ്പോഴാണ് ലീഡർ ഇത് കാണുന്നത്. പുള്ളിക്കാരന് സംശയമായി, ആ വീടിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ സമയത്ത് ആ പുതിയ പെണ്ണില്ലേ,
അപ്പാർട്ട്മെന്റിലേക്ക് വന്ന പുതിയ പെണ്ണ് ലീഡർ അയൽക്കാരി. അവള് ഭക്ഷണവും വാങ്ങി വീട്ടിലേക്ക് വരുന്നുണ്ടാവും. ലീഡർ ചോദിക്കാതെയും പറയാതെയും ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നു. കയറിയിട്ട് താൻ ഇവിടെ കുറെ കാലം ജീവിച്ചതല്ലേ, അയൽവാസിയായ അമ്മൂമ്മേനെ തനിക്ക് അറിയുമായിരിക്കും അല്ലേ? പെൺകുട്ടി പറയും അറിയാന്ന്. സോ പുള്ളിക്കാരന് മനസ്സിലായി താൻ ഇവിടത്തെക്കാരനല്ല എന്നുള്ളത് ഈ പെണ്ണിനെ അറിയാം. ഈ പെണ്ണിനെ അറിയൂ, അതൊരു പ്രശ്നമാണ്. ഇവൻ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ അവൾ തനിച്ചിരിക്കാൻ നേരം അടുത്തുപോയി എന്നെ അറിയോന്ന് ചോദിച്ചപ്പോ നീ എന്താ അറിയില്ലെന്ന് പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് മോശമല്ലേ, വലിയ ആപത്തല്ലേ? ഇനി അങ്ങനെ പറയുമെന്ന് ചോദിക്കും. പെൺകുട്ടി പേടിച്ചിട്ട് ഇല്ല പറയില്ല, എനിക്ക് നിങ്ങളെ അറിയാം എന്ന് പറയും. അത് കഴിയുമ്പം ഈ പെണ്ണിന്റെ ശരീരത്ത് പറ്റിയ മുറിവിനൊക്കെ നമ്മുടെ ഹീറോയിൻ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അവളുടെ നെയിൽ പോളിഷ് നന്നായിട്ടുണ്ടെന്ന് പറയും ഹീറോയിൻ. എന്നിട്ട് അവളോട് പുറത്തെങ്ങനെയാണ്, പുറത്തെ ലോകം എന്തവസ്ഥയിലാണ് ഇരിക്കണമെന്ന് ചോദിക്കും. അവള് പറയും നരകാണ്, ശരിക്കും നരകം, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ശവശരീരങ്ങൾ മാത്രമാണ് ചുറ്റിലും. അപ്പൊ ഈ അടുത്തിരിക്കുന്ന കുടുംബശ്രീ പെണ്ണുങ്ങള് ഈ കുട്ടിയോട് ചോദിക്കും നിന്റെ അമ്മ എവിടെ മോളെ, നീ അമ്മയെ അന്വേഷിച്ചില്ലേ എന്ന്. ഇവള് പറയും അമ്മയ്ക്ക് ജീവനുണ്ടെങ്കിൽ അമ്മ തിരിച്ചു വരുമെന്ന്. അങ്ങനെയൊക്കെ പറയാൻ പാടുന്നുണ്ടോ? നിന്നെ വളർത്തിയ മോളല്ലേ, ഒരു മാനേഴ്സ് ഇല്ലേ നിനക്ക് സംസാരിക്കാൻ? ഇവള് ചൂടായിട്ട് പുറത്തെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരുന്ന് കൊണ പറയാന്നല്ലാതെ ശരിക്കുള്ള നരകത്തിലേക്ക് നിങ്ങൾ ചെന്നിട്ടുണ്ടോ? ഇത് കേട്ട അയൽവാസി പെണ്ണുങ്ങൾ അവളുടെ ധിക്കാരം കണ്ടില്ലേ? എവിടുന്നോ വന്ന പെണ്ണിന് തീറ്റയും കൊടുത്ത് നമ്മൾ ഇരുത്തിയിട്ട് അവളുടെ ധിക്കാരം. ഈ കൊച്ചു പെണ്ണും ആ ഹൗസ് ലേഡീസും തമ്മിൽ വഴക്കായി. ഇവള് നാറി പെണ്ണുങ്ങളെ, വല്ലത് നിങ്ങൾക്കറിയോടി? പുറത്ത് എത്ര ശവശരീരങ്ങൾ കിടക്കുക നിങ്ങൾക്കറിയോടി? ഒന്നും അറിയാതെ ഇവിടെ സുഖിച്ചു കഴിയുക, ഇതാണ് നരകം ശരിക്കെന്ന് പറഞ്ഞിട്ട് ഇവള് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. ഇവിടെ കുറെ പ്രാന്തന്മാരും പ്രാന്തികളും കൂടാതെ എവിടുന്നോ കയറി വന്ന ഒരു അയൽവാസി, അവനും എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല, അവനല്ലായിരുന്നു എൻ്റെ അയൽവാസി, എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇതും പറഞ്ഞ പെണ്ണ് മാറിപ്പോകും. ഈ സമയത്ത് ബിൽഡിങ്ങിന് താഴെയുള്ള ആൾക്കാരെല്ലാം എന്തോ കണ്ട് പേടിച്ചോടുന്നുണ്ട്. പോയി നോക്കുമ്പോണ്ടാവും ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തു പോയ ഒരു താമസക്കാരൻ. ചുമ്മാ കണ്ടത് പെറുക്കാൻ പോയൊരു താമസക്കാരൻ ഒറ്റയ്ക്ക് പോയ ആളാ. അയാളെ ഔട്ട്സൈഡേഴ്സ് അടിച്ചു കൊന്നിട്ടിരിക്കുക. പ്രതികാരം തീർത്താണ് അവര്. ലീഡർക്ക് ദേഷ്യമാവും. ഒരുത്തനെയും വെറുതെ വിടാൻ പാടില്ല, സെക്യൂരിറ്റി ടൈറ്റ് ആക്കണം. ഔട്ട്സൈഡേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടരുത്. പുള്ളിക്കാരൻ എന്തോ ചെയ്യാനുള്ള തീരുമാനമാണ്. ഈ സമയം നമ്മുടെ ടീച്ചർ വീട്ടിൽ അഭയം കൊടുത്തിരിക്കുന്ന ഔട്ട്സൈഡേഴ്സിന് ഭക്ഷണം വിളമ്പിയിരിക്കുമ്പോൾ ലീഡറും താമസക്കാരും അയാളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരും. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ഈ കുട്ടികളെ ഒളിപ്പിക്കുന്നുണ്ട്. ലീഡർക്ക് ആദ്യം പരിശോധിച്ചിട്ട് ഈ കുട്ടികളെ കാണില്ല. പക്ഷെ കട്ടിലിനടിയിൽ നോക്കുമ്പോൾ 3 കുടുംബത്തെയാണ് അയാൾ പാർപ്പിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ എല്ലാവരും കൂടി ആ അമ്മയും പിള്ളേരെയും പിടിച്ച് വലിച്ചു പുറത്താക്കുന്നു. ഹീറോയ്ക്ക് അത് കണ്ടു നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. അവൻ എന്താ സംഭവിക്കണമെന്നറിയില്ല. ഭാര്യ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ എന്താ ഇവിടെ സംഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ ലീഡർ പറയും നിന്റെ ഭാര്യയോട് ചോദിക്ക്, അവൾക്കറിയാന്ന്. സോ സംഭവം കൈവിട്ടുപോയി. ഇവൻ ഓടി വന്ന് ഭാര്യയോട് ചോദിക്കും നീ എന്ത് പണിയാണ് പെണ്ണെ കാണിച്ചത്? നിനക്കപ്പോൾ അത് അറിയുമായിരുന്നു? നീയും കൂടി ചേർന്നിട്ടാണ് എല്ലാവരെയും ചതിക്കുക എന്നുള്ളത് അവരറിഞ്ഞാൽ നമ്മളെയും കൂടി അവർ പിടിച്ച് പുറത്താക്കും. എന്ത് പണിയാണ് നീ കാണിച്ചത്? നമുക്ക് ജീവിക്കണ്ടേ? ഹീറോയിൻ പറയും ഇങ്ങനെയാണോ ജീവിക്കുന്നത്, എല്ലാവരെയും ഉപദ്രവിച്ചിട്ട്? ആ പ്രാന്തം പറയുന്നത് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ? അവൻ ശരിക്കും ഇവിടുത്തെ താമസക്കാരനെ അല്ല. അങ്ങനെയാണ് ആ പുതിയ പെൺകുട്ടി പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ഹീറോ എവിടുന്നോ വന്ന ആ പുതിയ പെൺകുട്ടി പറഞ്ഞത് കേട്ടിട്ടാണോ നീ ഇങ്ങനെ തോന്നിയാസങ്ങൾ കാണിക്കുന്നു? എന്നോട് പറയണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാ? എങ്ങോട്ടും പോവല്ലേ. ഞാൻ ചെന്ന് അയാളുടെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ ഓടിച്ചെന്ന് ലീഡറെ കാൽക്കലിൽ വീണ് എൻ്റെ ഭാര്യയ്ക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ് യാചിക്കും. പുള്ളിക്കാരൻ നീ നല്ല പയ്യനാ, തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ ഇവിടുത്തെ താമസക്കാരനല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീയാണ് ഇനി കൂടെ നിന്ന് എല്ലാവർക്കും മുന്നിൽ നിന്നുകൊണ്ട് ഔട്ട്സൈഡേഴ്സിനെ പുറത്താക്കേണ്ടതും ഇവിടുത്തെ റൂൾസ് സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ടതും. ഹീറോ ആമാങ്കോ എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനെ പോലെ തന്നെ മുൻനിർത്തി എല്ലാ വീടുകളും കയറി സെർച്ച് ചെയ്ത് അവർ അഭയം കൊടുത്തിരിക്കുന്ന ഔട്ട്സൈഡേഴ്സിനെ എല്ലാം പുറത്താക്കും. ഈ സമയത്ത് ഹീറോയിൻ ആ ടീച്ചർക്ക് കുറച്ച് മരുന്ന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എന്നാൽ ടീച്ചർ ആ മരുന്ന് വാങ്ങിക്കാതെ എന്നെ സഹായിച്ചിട്ട് ഇനി അവർ നിന്നെയും പുറത്താക്കണ്ട, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഡോറടയ്ക്കും. ഔട്ട്സൈഡേഴ്സിനെ പാർപ്പിച്ചവരെല്ലാം ചുവന്ന വരകുത്തി ദ്രോഹികൾ എന്നിവർ മുദ്ര കുത്തിയിട്ടുണ്ട്. പാവം കുറെ അപ്പൂപ്പനും അമ്മാച്ചനൊക്കെ ഉണ്ട്. ചതിച്ചവരാണ് ഇവരെന്നും പറഞ്ഞ് ഗെയിം ഓഫ് ത്രോൺസിലെ പോലെ നിരത്തി മുട്ടുകുത്തിയിരുത്തിയിരിക്കുക. എന്നിട്ട് ക്യാപ്റ്റൻ പറയും നമ്മുടെ തോളത്ത് കയറിയിരുന്ന് ഇവർ ചെവി കടിച്ചു, കൂടെ നിന്ന് വഞ്ചിക്കുകയായിരുന്നു. കാര്യങ്ങൾ എത്രത്തോളം മോശത്തിലാവുമെന്ന് അറിഞ്ഞിട്ടും ഔട്ട്സൈഡേഴ്സ് ദ്രോഹികളാണെന്ന് അറിഞ്ഞിട്ടും ഇവർ അഭയം കൊടുത്തു. വലിയ ശിക്ഷ കൊടുക്കേണ്ടതാണ് ഇവർക്ക്. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആദ്യ റോള് അപ്പാർട്ട്മെന്റിന്റെ സ്വന്തക്കാരെ ഇവിടെ താമസിപ്പിക്കണം എന്നല്ലേ. ഇവരോട് നമുക്ക് പൊറുക്കാം. എന്നാൽ ഒരു 300 തവണ ഇവർ മാപ്പ് ചോദിക്കണം. മാപ്പ് ചോദിച്ചാൽ മാത്രമേ ഇവരകത്തേക്ക് കയറ്റുള്ളൂ. വേറെ ശിക്ഷയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരോടും അപ്പാർട്ട്മെന്റുകാരുടെ കാൽക്കൽ വീണ് 300 തവണ ഞങ്ങൾ ചെയ്ത് തെറ്റാണേ, മാപ്പാക്കണേ മാപ്പാക്കണേ എന്ന് അപ്പോളജി ചെയ്യാൻ പറയും. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദ്രോഹികളെ എന്നും പറഞ്ഞുകൊണ്ട് മോളീന്നൊരു വിളി കേൾക്കുക. നോക്കുമ്പോൾ
ടീച്ചർ, നിങ്ങൾ സാത്താന്മാരെക്കാട്ടിലും മോശമാടാ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ലോകം എത്ര മോശം അവസ്ഥയിലാണെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എത്ര ദുരിതത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ ദ്രോഹത്തിന് എനിക്ക് കൂട്ടുനിൽക്കാൻ വയ്യാന്നും പറഞ്ഞ് ഇവരുടെ എല്ലാം മുന്നിൽ വെച്ചെന്നെ പുള്ളിക്കാരൻ താഴത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ അമ്പലവാസികൾ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ശരി, ആള് ചത്തുപോയി, മണ്ടന, കത്തിച്ചേക്കാന്നും പറഞ്ഞ് പുള്ളിയെ കത്തിച്ചാളെ. അപ്പോഴാണ് പൊടുന്നനെ ഭൂമിയൊക്കെ ഇളകി മറിഞ്ഞ് ഇവർ അപ്പാർട്ട്മെന്റിന് നേരെയായി വെള്ളം ഒഴുകാൻ തുടങ്ങുക. വെള്ളത്തിനും ക്ഷാമമായിരുന്നു. വെള്ളം ഒഴുകുന്ന കണ്ട് എല്ലാവർക്കും സന്തോഷമായി. ഇവർ ചെയ്യുന്നതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുക. ആ സമയത്ത് ഹീറോയിൻ മറ്റേ പുതിയ പെൺകുട്ടിയോട് ചോദിക്കും, നീ പറഞ്ഞത് സത്യമാണോ? ആ 902 മുറിയിലുള്ള ആള് നിന്റെ നെയ്ബർ അല്ലേ? അപ്പൊ ശരിക്കുള്ള ആള് എവിടെയാണ്? ആ പെൺകുട്ടി പറയും, ആ പഴയ കിഴങ്ങന്റെ മോന്ത എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവൻ ലോക വായി നോക്കിയായിരുന്നു. ഒരിക്കൽ ഡെലിവറി പാക്കേജ് മാറിപ്പോയപ്പം ഞാൻ അവനെ കൊടുക്കാൻ പോയതാ. അവന്റെ ഒരു ഒലിപ്പീര് വൃത്തികെട്ടവൻ. ആ മോന്ത, ആ ചിറകരിഞ്ഞ മോന്ത ഞാൻ ഒരിക്കലും മറക്കില്ല. അയാളല്ല ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ എന്തോ മറയ്ക്കുന്നുണ്ട്. ഇതിവര് പറഞ്ഞ് തിരിഞ്ഞു വരുമ്പോൾ ആ പുതിയ പെണ്ണും നമ്മുടെ ഹീറോയിനും ഒരുമിച്ച് നടന്നു വരുന്ന എന്തോ പറഞ്ഞിട്ട് ഈ സംഭവം ലീഡർ കാണുന്നുണ്ട്. അയാൾക്ക് മനസ്സിലായി പുതിയ പെണ്ണ് ഹീറോയിനോട് എല്ലാ കാര്യവും പറഞ്ഞു എന്നുള്ളത്. പുള്ളിക്കാരനാകെ ടെൻഷനിരിക്കുകയായിരിക്കും. അപ്പോഴാണ് പ്രസിഡന്റ് വന്നിട്ട് പറയുക, സാറേ ഭക്ഷണം എല്ലാം തീർന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ലീഡർ അപ്പോൾ ആ ടെൻഷൻ മാറ്റിവെച്ചിട്ട് വഴിയുണ്ടാക്കാം. ഇപ്രാവശ്യം എവിടെ ചെന്നിട്ടാണെങ്കിലും ഞങ്ങൾ ഭക്ഷണമായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ സ്ക്വാഡ് ടീമിനെയും വിളിച്ച് ദൂരേക്ക് ചെല്ലാണ്. ഒരുപാട് ദൂരെ എത്തി. അവിടെ കുറേ ഡെഡ് ബോഡികൾ കിടക്കുന്ന കാണാം. ഉള്ളിൽ തുരങ്കം പോലെ എന്തോ അകത്തുണ്ട്. അതവർ നോക്കുമ്പോഴാണ് ഇവിടെ പുതിയ പെണ്ണും ഹീറോയിനും കൂടി അവളെ ഫ്ലാറ്റിൽ നിന്ന് ഈ 902 മുറിയിലേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കും, അടിച്ചു പൊട്ടിച്ച്. അയാൾ അവിടെ എന്താ കാണിച്ചു വെച്ചിട്ടുള്ളതെന്നറിയാൻ വേണ്ടി. എന്നിട്ട് അകത്തേക്ക് കയറുകയാണ്. പരിശോധിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. തളർന്നു കിടക്കുന്ന മുത്തിയമ്മേനെ പിടിച്ച് പൊക്കിയിട്ട്, അമ്മേ പറയൂ, നിങ്ങളുടെ ശരിക്കുള്ള മകൻ ആരാണ്? ഇപ്പൊ വന്നിരിക്കുന്ന മകൻ ആരാണ്? അടുത്ത് വിളിച്ച് ചോദിക്കും അമ്മ പറയും, വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ആ തള്ളമ്മയ്ക്ക് വിശപ്പ് മാത്രമേ ഉള്ളൂ. പാവം, പ്രായമായി, ഇനിയിപ്പോൾ ചീത്തയും പറയണ്ട. നമ്മുടെ ടെൻഷൻ അറിയില്ല പുള്ളിക്കാരിക്ക്. ഈ സമയത്ത് ഹീറോ, ആ തുരങ്കത്തിനകത്തേക്ക് കയറിയ ഹീറോ അവിടെ വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തന്നെ കാണും. ആ നേരം ഇവിടെ ഹീറോയിൻ അടച്ചു വെച്ചിരിക്കുന്ന അവിടുത്തെ ഫ്രീസർ ബോക്സ് കണ്ട് അത് തുറന്നു നോക്കും. ഞെട്ടിപ്പോകും രണ്ടുപേരും. അതിൽ ആ ബോഡി, ആ ശരിക്കുള്ള നെയ്ബറെ ബോഡി ഇയാൾ അടച്ചു വെച്ചിരിക്കുക. ഈ നേരം തുരങ്കത്തിനകത്ത് നിന്നും ഒരുപാട് ഭക്ഷണം അവർക്ക് കിട്ടി. അതെല്ലാം എടുത്ത് ടീം തിരിച്ചു പോകുന്ന വഴിയെ ഹീറോയ്ക്കൊരു ചന്തമുള്ള സ്ലൈഡ് കിട്ടും, മുടുക്കി കെട്ടാനുള്ള സ്ലൈഡ്. പെട്ടെന്നാണ് ഇവര് പോകുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് പലരും തീയും കോൺക്രീറ്റും ഇവരെ മേത്തേക്ക് വലിച്ചെറിയാൻ തുടങ്ങുക. അതേതോ അവിടുത്തെ വാസികളാണ്, ആ ഏരിയയിൽ താമസിക്കുന്നവര്. അവര് പുറംവാസികളെ കണ്ടപ്പോൾ അറ്റാക്ക് ചെയ്യായിരിക്കും. ഇവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കവരാൻ വേണ്ടി ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, പലരും മരണപ്പെട്ടു. ഭാഗ്യത്തിന് ലീഡറുടെ കയ്യിൽ തോക്കുള്ളതുകൊണ്ട് അയാൾ പലരെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയിട്ട് ബാക്കിയുള്ളവരെയും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാണ്. അതിൽ വലിയ പരിക്ക് നമ്മുടെ സെക്രട്ടറിയുടെ മകന് പറ്റുന്നുണ്ട്. ആ ബോഡി ഇവർ ചുവന്നുകൊണ്ട് വരും. മകൻ ശ്വാസമില്ലാതെ കിടക്കുന്ന കാണുമ്പോൾ സെക്രട്ടറി ആകെ പരിഭ്രാന്തിയായി കൺട്രോൾ വിട്ട അവസ്ഥയിൽ ഒച്ച വെച്ച് ചുറ്റുമുള്ളവരെ എല്ലാം തല്ലാൻ തുടങ്ങാണ്. അപ്പൊ ഈ ലീഡർ ഭ്രാന്തനാണെങ്കിൽ എല്ലാവരും വരും, കുട്ടിയും മക്കളും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും വരും, നമുക്ക് പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞ് തോക്കും എടുത്ത് ഇറങ്ങായിരിക്കും. പക്ഷെ ആരും പോവില്ല. ഈ പ്രസിഡന്റ് ചെന്ന് അവന്റെ മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട്, എങ്ങോട്ടാടാ നീ എല്ലാവരെയും കൊണ്ടുപോകുന്നു? കൊല്ലാൻ വേണ്ടിയിട്ടോ? എന്റെ മോനെ നീ എന്താ ചെയ്ത്? ഇത് കേട്ട് ലീഡർ പറയും, നിങ്ങൾക്കെല്ലാവർക്കും വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. അതിൽ ചിലപ്പോൾ മരണമൊക്കെ സംഭവിക്കും. ജീവിക്കേണ്ട നിനക്കെല്ലാം. ഇവനിങ്ങനെ ഗർജിക്കുമ്പോഴാണ് ഹീറോയിൻ അങ്ങോട്ട് കടന്നു വരുന്നത്. എങ്ങനെ ജീവിക്കണം എന്നാണ് നീ ഉദ്ദേശിക്കുന്നത്? പുറത്ത് ചെന്ന ആൾക്കാരെ കൊല്ലുക, എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർ സന്തോഷമായിട്ട് ജീവിക്കുക. അവരെ കൊന്നു കഴിയുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ കുടുംബം നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പറയടാ. അപ്പൊ ലീഡർ ചോദിക്കും, പുറത്തുള്ള ആ ക്രൂരന്മാര് നിങ്ങളെയൊക്കെ കയ്യിൽ കിട്ടിയ വെട്ടിക്കീറി തിന്നും, അവരോട് സ്നേഹം കാണിക്കണമെന്നാണോ നീ പറയുന്നത്? അതിനെ ഹീറോയിൻ, മരിക്കുന്നോ ജീവിക്കുന്നോ, അത് പുറത്താണോ അകത്താണോ, അതിനെക്കുറിച്ച് ഞങ്ങൾ ആരും വറീഡല്ല. മരിക്കുന്നത് വരെ ആരെയും ദ്രോഹിക്കാതിരിക്കുക. പക്ഷെ നീ വയലൻസ് ആണ് ചൂസ് ചെയ്ത് ആകെക്കൂടെയുള്ള കുറച്ച് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ നീ ശ്രമിക്കുന്നു. ഇതാ കണ്ടോന്നും പറഞ്ഞ് ഇവളൊരു പേഴ്സ് വലിച്ചെറിയും. യഥാർത്ഥ കിംസു എന്ന് പറഞ്ഞ ആളുടെ പേഴ്സാണത്. അതിന്റെ കൂടെ തന്നെ ഇവർ ആ ഫ്രിഡ്ജും തുറന്നു കാണിക്കുന്നുണ്ട്. നീ തന്നെ പറഞ്ഞ വാക്കുകളല്ലേ, ഈ അപ്പാർട്ട്മെന്റിന്റെ സ്വന്തക്കാര് മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളത്. ഇതാണ് ശരിക്കുള്ള കിംസോൺ. നീ കൊന്ന കിംസോൺ. നീ ഇവിടുത്തെ ഫ്ലാറ്റിന്റെ ഉടമയല്ല. അതുകൊണ്ട് പോയിക്കോ ഇവിടുന്ന്. ഞങ്ങളെ ഇനി ഉപദ്രവിക്കാൻ നീ വരണ്ട. ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഇതെല്ലാം കേട്ട് ആകെ ഷോക്കിലായ ഹീറോ, ക്യാപ്റ്റൻ ഇവരെന്താണ് പറയുന്നത്?
ഇവിടെ എന്താണ് സംഭവിച്ചത്? സത്യം പറയൂ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ക്യാപ്റ്റൻ പറയും, ഞാൻ ആരായാൽ നിങ്ങൾക്കൊക്കെ എന്താടാ? ഞാൻ എൻ്റെ ജീവിതം കൊടുത്തിട്ടാണ്, ജീവൻ കൊടുത്തിട്ടാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. മരിച്ചവൻ ആരോ ആയിക്കോട്ടെ, ഞാൻ തന്നെയാണ് ഇവിടെ 902 ജീവിക്കുന്ന കിംസു. ഇനി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അപ്പം ഈ താമസക്കാരാണെങ്കിൽ ആകെ വയലൻ്റായി. ഈ തെണ്ടികാരനാണ് നമ്മൾ പാവങ്ങളെല്ലാം പിടിച്ച് പുറത്താക്കിയത്. ഇവനാണ് നമ്മളെ ക്രൂരന്മാരാക്കിയത്. ഇവനെ വെറുതെ വിടാൻ പാടില്ല. ആദ്യം ഇവനെ പിടിച്ച് പുറത്താക്കുന്നും പറഞ്ഞ് എല്ലാവരും ലീഡറെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ലീഡറാണെങ്കിൽ തൻ്റെ കൺട്രോളെല്ലാം വിട്ട് തൻ്റെ ക്ഷമയെല്ലാം നശിച്ച് പിടിക്കാൻ വന്ന ആൾക്കാരെല്ലാം തള്ളി മാറ്റി ആ പാവം പുതിയ പെണ്ണിനെ ഓടിച്ചെന്ന് പിടിക്കും. എന്നിട്ട് അവളെ കൊക്കയിലേക്ക് വലിച്ചെറിയാണ്. ഇവളായിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം, ഇപ്പം അവൾ ചത്തുപോയി, ഇവിടെ ഇല്ല. അവളാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. ഇനി എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? ഇത് കണ്ട ഹീറോ അവൻ വയലൻ്റായിട്ട്, എന്താടാ നീ കാണിച്ചത്? നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞങ്ങൾക്ക് വേണ്ടാന്നും പറഞ്ഞ് തോക്കെടുത്തവന് നേരെ നീട്ടുമ്പോൾ ഹീറോ പാവാണെന്ന് ഈ ക്യാപ്റ്റൻ അറിയാലോ. അയാൾ തോക്ക് തട്ടി മാറ്റി, നിങ്ങളുടെ ഒന്നും നാടകത്തിന് ഇനി സമയമില്ല, അവന്മാരെത്രയും പെട്ടെന്ന് നമ്മൾ ആക്രമിക്കാൻ വരും, ഈ സ്ഥലം പിടിച്ചടക്കും, അതിനു മുന്നേ നമ്മൾ ഒരുങ്ങണമെന്ന് പറയും. പറഞ്ഞു തീർന്നില്ല, ഔട്ട്സൈഡേഴ്സ് ഒരുപാട് പേര് ഇവരെ ചങ്ങല ഗേറ്റെല്ലാം പൊളിച്ച് ആയുധങ്ങളുമായി ഇവർ അപ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. എവിടെടാ ഞങ്ങളുടെ ഫുഡും വെള്ളവും ഭക്ഷണവും താമസവും? ഞങ്ങൾക്ക് വേണം ഈ അപ്പാർട്ട്മെന്റ് എന്നും പറഞ്ഞ് അവര് കണ്ണിന് മുന്നിൽ കാണുന്ന എല്ലാവരെയും അടിച്ചിട്ടിട്ട് അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറുകയാണ്. നമ്മുടെ ഹീറോയും ഹീറോയിനും അവരെ പേടിച്ചിട്ട് ഒരു ഫ്ലാറ്റിനകത്ത് കയറി ഒളിക്കും. എന്നാൽ അവിടെയും വരുന്നുണ്ട് 2 വില്ലന്മാര്. അവന്മാര് ഹീറോയെ കൊല്ലാൻ നോക്കി വയറിന് ഒരു കത്തിയും കൊണ്ട് കുത്തുകയും ചെയ്തു. ഭാഗ്യത്തിന് വെള്ളം തിളപ്പിക്കാൻ വെച്ച ആ പഴുത്ത ഹീറ്ററും കൊണ്ട് ഇവന്മാരെ പൊള്ളിച്ച് ഹീറോയിൻ ഭർത്താവിനെ രക്ഷപ്പെടുത്തും. എന്നിട്ട് ഇവർ വീണ്ടും ഓടുകയാണ് ജീവനും കൊണ്ട് ഇവന്മാരെ കയ്യിൽ പെടാതിരിക്കാൻ. കുറെ പേര് ഇപ്പോഴും കാവല് നിൽപ്പുണ്ട് അപ്പാർട്ട്മെന്റിന് മുന്നിലായിട്ട്. എന്നാൽ അവർക്ക് നേരെ ഔട്ട്സൈഡേഴ്സിലെ ഒരാൾ ബോംബ് വലിച്ചെറിയും. വലിയ ബോംബ് ബ്ലാസ്റ്റുമായി ഹീറോയിനെയും കൊണ്ട് ഓടുകയാണ്. ഒരുപാട് പേർക്ക് അപകടം പറ്റി. നമ്മുടെ ക്യാപ്റ്റനാണെങ്കിൽ ഏകദേശം ചത്ത അവസ്ഥയായി. പുള്ളിക്കാരൻ മെല്ലെ എഴുന്നേറ്റിട്ട് പറയും, എനിക്ക് ക്ഷീണം തോന്നുന്നു, ഇനി എനിക്കൊരടി നടക്കാൻ വയ്യ, ഞാൻ എങ്ങനെയെങ്കിലും ചെന്ന് എൻ്റെ മുറിയിൽ കിടക്കട്ടെ. ഈ സമയത്ത് ഹീറോയുടെ വയറ്റിനൊരു കുത്ത് കിട്ടിയിട്ടുണ്ട്. അവൻ ആ വേദനയിൽ കിടന്ന് പൊളയുമ്പോൾ ഇവിടെ ക്യാപ്റ്റൻ സ്വന്തം വീടിനകത്ത് കയറി വന്ന്, സ്വന്തമല്ല മറ്റേയാളുടെ വീടിനകത്ത് കയറി വന്ന് മിണ്ടാതെ കിടക്കുകയായിരിക്കും. പുള്ളിക്കാരൻ മരിച്ചു ഏതാണ്ട്. ആരാടാ എൻ്റെ വീടിനകത്ത് ഷൂസ് ഇട്ട് നടക്കുന്ന, ഇറങ്ങിപ്പോടാ എന്നൊക്കെ പിറുപിറുക്കുന്നുണ്ടാവും. ആളുടെ പണി എന്തായാലും തീർന്നു. ബാക്കി വന്ന ഈ അപ്പാർട്ട്മെന്റിലെ വാസികൾ അവര് ജീവനും കൊണ്ട് മഴയും നനഞ്ഞ് എങ്ങോട്ടോ നടന്നു പോവാ. വേറെ വഴിയില്ല. ഇവിടെ പാവം ഭാര്യയും ഭർത്താവും ഒരു പൊട്ടിയ മേശയ്ക്കകത്ത് കിടന്ന്, നിനക്ക് വേണ്ടി ഞാനുണ്ട്, നീ പേടിക്കല്ലേ, ഇന്നാ ഒരു സമ്മാനം എന്നും പറഞ്ഞ് ഹീറോ ആ കണ്ടെടുത്ത സ്ലൈഡ് ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും, ഞാൻ അത്ര നല്ലവനൊന്നുമല്ല, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഒരേ ഒരു ശരിയായ റൈറ്റ് തിങ് നിന്നെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും നല്ല ഭാര്യയാണ് കിട്ടിയത് എന്നും പറഞ്ഞൊരു ഉമ്മയും കൊടുത്ത് 2 പേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹീറോയ്ക്ക് ജീവനില്ല, അവൻ മരണപ്പെട്ടു കഴിഞ്ഞു. പാവം, അവള് വാവിട്ട് കരയായിരിക്കും. ഇവളുടെ കരച്ചിൽ ആ ഏരിയയിൽ ഭക്ഷണം തേടി വന്ന 2-3 ഔട്ട്സൈഡേഴ്സ് ലേഡികൾ കാണുന്നുണ്ട്. അവരിവളെ സമാധാനപ്പെടുത്തി കെട്ടിയോന്റെ ബോഡി മറവ് ചെയ്തിട്ട്, ഞങ്ങളുടെ കൂടെ വായോ, നിനക്ക് ജീവിക്കാനൊരു സ്ഥലം തരാമെന്ന് പറയും. എന്നിട്ട് പഴയൊരു പൊട്ടിപ്പൊളിഞ്ഞ അപ്പാർട്ട്മെന്റിലേക്ക് ഇവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെയാണ് ഒരുപാട് പേര് താമസിക്കുന്ന. ഒരു ചോറുരുണ്ട ഇവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. ഭക്ഷണം കഴിച്ചോളാൻ പറയും. ഇവള് പേടിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ കൂടെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ അനുവദിക്കുമോ അതോ എന്നെ പുറത്താക്കോ? അത് കേൾക്കുമ്പോൾ അവർ ചിരിച്ചിട്ട് പറയും, ഞങ്ങൾ എന്തിനനുവദിക്കണം, നിനക്ക് ജീവനുണ്ടല്ലോ, ജീവനുള്ളവർക്ക് ഇവിടെയും ജീവിക്കാം എവിടെയും ജീവിക്കാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിലൊരു പുരുഷനുണ്ട്. അയാൾ ചോദിക്കും, നീ ആ അപ്പാർട്ട്മെന്റിൽ നിന്നല്ലേ വരുന്ന, അവിടെ ഉള്ള ഒരു മനുഷ്യരെ പച്ചയ്ക്ക് വേവിച്ച് തിന്നോത്രേ? അല്ല, വേവിച്ചു കഴിഞ്ഞാൽ പിന്നെ പച്ചയല്ലല്ലോ. അത് കേട്ട് അവൾ കരഞ്ഞുകൊണ്ട് ചിരിച്ചിട്ട് പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, അവിടെയും സാധാരണ മനുഷ്യർ മാത്രമായിരുന്നു. അങ്ങനെ അവളുടെ വിഷമവും കാണിച്ച് ഇവരുടെ അവസ്ഥയും കാണിച്ച് കുറേ പുറകിലേക്ക് വരുമ്പോഴാണ് നശിച്ച് നരകതുല്യത്തിൽ കിടക്കുന്ന ആ നാട് കാണിക്കുക. ഇത് കാണുമ്പോഴാണ് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ, എന്തോരം കംഫർട്ടായിട്ടാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഭൂമിയിൽ. ഒരുപാട് തൊല്ലിയും തൊയ്രിയും കൊടുത്തു കഴിഞ്ഞാൽ ഭൂമാദേവി ടെൻഷനായി ഇതുപോലെ തിളച്ചു മറിയാൻ തുടങ്ങും. പിന്നെ ഇതന്നെയായിരിക്കും എല്ലാവരുടെയും അവസ്ഥ. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക, പരിസ്ഥിതിയെയും സ്നേഹിക്കുക, അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, നല്ല ചൂടുള്ള പ്രൊട്ടക്ഷൻ. അപ്പോൾ കുറേ കാലം കൂടി വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാം, ജീവിക്കാം. മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു ആറ്റം ബോംബിട്ട് പൊട്ടിച്ചളയാം. അങ്ങനെ നിങ്ങൾ സൂഹിക്കണ്ട. ഇതൊരു പ്രശസ്ത കവി പറഞ്ഞതാ. അതേതോ ഫ്യൂസ് പോയ കവിയാ, കാര്യാക്കണ്ട. എന്തായാലും ലവ് ദ നേച്ചർ, സേവ് ദ നേച്ചർ. അടുത്തൊരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും അന്തനാൾ വരയ്ക്കും അരുന്ധതി കാത്തിരുങ്ങൾ. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഒന്നുകൂടി കണ്ടുമുട്ടാം നമുക്ക്. എന്താടി പറയും വേണ്ടേ?
അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഉറു. കഥ സൊല്ലട്ടുമസ്.